പ്രീ ഹിസ്റ്റോറിക് എറ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാമത്തുകളും അതുപോലെ തന്നെ ഡോഡോ ബേർഡുകളും ഡൈനോസറുകളുടെയൊക്കെ ഒരു പ്രീ ഹിസ്റ്റോറിക് എറ അത് കാണിച്ചുകൊണ്ടാണ് വരുന്നത്. പിന്നെ ആനിമൽസിനെ ടാക്സിഡെർമി ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൂ പോലെ തന്നെ നമുക്ക് സഫാരിയിലെ ആനിമൽ പ്ലാനറ്റ് ഒക്കെ കാണുന്ന പോലെ ഒരു സൂ പോലെ തന്നെ പലതരത്തിലുള്ള ഒരു മൃഗങ്ങളെയും പൈത്തൺ ആവട്ടെ ടൈഗർ ആവട്ടെ ഇതൊക്കെ ഒറിജിനലായിട്ട് അതിൻ്റെ സ്കിന്ന് പ്രിസർവ് ചെയ്ത് വെച്ചേട്ടോ. വൈൽഡ് പിഗ്, കാട്ടുപന്നി, അതുപോലെ തന്നെ മിയർ കാറ്റ് ഇതിനെയൊക്കെ ഒറിജിനലായിട്ട് പ്രിസർവ് ചെയ്ത് വെച്ച് ടാക്സിഡെർമി ചെയ്തതാണ്. നിങ്ങളൊരു സൂവിൽ പോയി കാണുന്ന അതേ ഒറിജിനാലിറ്റിയോടെയാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുക. ശരിക്കും മൃഗങ്ങളാണെന്ന് നമ്മൾ വിചാരിക്കും കേട്ടോ. ഒരു കരടിയൊക്കെയാണിത്. അതുപോലെ തന്നെ പല മൃഗങ്ങളും ഇവിടെ ഉണ്ട്. മാനുണ്ട്, അതുപോലെ തന്നെ പുള്ളിപ്പുലി, ലെപ്പേർഡ് ഉണ്ട്. എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ഓരോ സീനറികളും കാഴ്ചകളും ഇത്തിരി ആർട്ടിസ്റ്റിക് ആയിട്ട് ഇത്തിരി കലാപരമായിട്ട് അതങ്ങനെ വെറുതെ അങ്ങനെ ഒരു സ്റ്റാച്യു പോലെ വെക്കാതെ ഇത്തിരി കലാപരമായിട്ട് കാർഡുകളൊക്കെ വെച്ച് അതിൽ ഓരോ സ്ഥലത്തും മൃഗങ്ങളെ പ്ലേസ് ചെയ്തിന് എത്ര നാച്ചുറലായി ചെയ്യാൻ പറ്റുന്നോ അത്രയും നാച്ചുറലായിട്ട് ടാക്സിഡെർമി സ്വന്തം ആർട്ടിസ്റ്റിക് സ്കിൽസും കൂടെ വെച്ചിട്ട് അവർ ഈ ഒരു സെക്ഷൻ തന്നെ അതിമനോഹരമാക്കിയിട്ടുണ്ട്. ഇത് ഒറിജിനൽ ആയിട്ടുള്ള മൃഗങ്ങളാണെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിയത്. നിങ്ങൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ പോകാൻ നിങ്ങൾക്ക് ഇത് അടിപൊളിയായിട്ട് നേരിട്ട് പോയി കാണാനായിട്ട് സാധിക്കും. ഒരു ആഫ്രിക്കൻ സവാനയിലെ കാഴ്ചകളാണിത് കേട്ടോ. സീബ്രയും അതുപോലെ തന്നെ ചീറ്റപ്പുലിയും അതുപോലെ തന്നെ ഒരു ആഫ്രിക്കൻ സവാനയിൽ കാണുന്ന പലതരത്തിലുള്ള മൃഗങ്ങളെ അതിമനോഹരമായിട്ട് ടാക്സിഡെർമി ചെയ്തിരിക്കുകയാണ്. ഇവിടെയുള്ള മറ്റൊരു നല്ല കാര്യം എന്ന് വെച്ചാൽ ഷീമ അതുപോലെ തന്നെ മഞ്ഞിൻ്റെ ആ കാലാവസ്ഥയിൽ ജീവിക്കുന്നവർ അങ്ങനത്തെ ഒരു എക്കോസിസ്റ്റം പോലെ ക്രിയേറ്റ് ചെയ്തെണ്ണം വെച്ചിരിക്കുന്നത്. വെറുതെ മൃഗങ്ങളെ വെച്ചിരിക്കുകയല്ല, അതിൻ്റെയൊക്കെ ജീവിതാവസ്ഥയും ജീവിത കാലാവസ്ഥയൊക്കെ വളരെ നന്നായി നോക്കി ആഫ്രിക്കയിൽ ജീവിക്കുന്ന ജിറാഫുകളെയൊക്കെ അവിടെ വെച്ച് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അക്വാറ്റിക് മൃഗങ്ങളെ അതിമനോഹരമായിട്ട് കടലിലെ ആഴങ്ങളിൽ ജീവിക്കുന്ന പലതരത്തിലുള്ള മൃഗങ്ങളെ, മീനുകളെയൊക്കെ ടാക്സിഡെർമി ചെയ്ത് മനോഹരമായിട്ട് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് റിയൽ ലൈഫിൽ കാണാൻ പറ്റിയെന്ന് വരില്ല, ഇവിടെ അത് കാണാൻ പറ്റും. ഓരോ മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള ഹൈറ്റ് കമ്പാരിസൺ ഒരു മോഡലായിട്ട് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇവിടെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സ്കെലറ്റൽ സിസ്റ്റമാണ്. പലതരത്തിലുള്ള നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ പല മൃഗങ്ങളുടെയും കൈയും കാലും എല്ലാം നമ്മുടെ സ്വന്തം കൈയുമായിട്ടൊക്കെ എത്ര ജനിതകമായിട്ടുള്ള സാമ്യമുണ്ടെന്ന് കാണാനായിട്ട് സാധിക്കും. അതിനെല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു മോഡൽ ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ആ ഒരു കൈയും അതിൻ്റെ സ്കെയിലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇവിടെ എന്ന് പറയുന്നത്. ഇതൊക്കെ ടാക്സിഡെർമിയാണ് കേട്ടോ. ടാക്സിഡെർമി മനോഹരമായിട്ട് ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിലതെല്ലാം സ്കൾപ്ചറാണ്, പക്ഷെ കൂടുതലും ടാക്സിഡെർമിയാണ്. ഇതൊക്കെ മുള്ളൻ പന്നി ഇതൊക്കെ റിയലിൽ ചെയ്താണ് കേട്ടോ. ചിലത് സ്കൾപ്ചറാണ്, അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും, കണ്ടാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഇവിടുത്തെ സ്റ്റാഫും വളരെ മനോഹരമായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും കേട്ടോ, ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളൊക്കെ. പിന്നെയും പലതരത്തിലുള്ള സ്കൾപ്ചറിൻ്റെയും കലാപരമായിട്ടുള്ള കാര്യങ്ങളുടെയും മോഡലാണ്. കപ്പലുകളുടെ മോഡലും വഞ്ചികളുടെ മോഡലും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഒരുപാട് രീതിയിലുള്ള മോഡലുകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നീട് കുറച്ചും കൂടെ അക്വാറ്റിക് സെക്ഷനും ആ സ്കെൽട്ടർ സിസ്റ്റം ഒക്കെ കഴിഞ്ഞ് വരുന്ന സമയത്ത് നമുക്ക് ഓരോരോ കപ്പലുകളും ഓരോരോ കലാവൈഭവങ്ങളും അതുപോലെ തന്നെ കലയ്ക്ക് ഇത്തിരി പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉള്ള കാര്യങ്ങളാണ് നമുക്ക് പിന്നീട് നടന്നു വരുന്ന സമയത്ത് നമുക്ക് ഓരോ രീതിയിൽ കാണാനായി സാധിക്കുന്നത്. പലതരത്തിലുള്ള അവാർഡുകളും അതുപോലെ തന്നെ എയർലൈനുകളും കാര്യങ്ങളൊക്കെ അതിമനോഹരമായിട്ട് ഇവിടെ അതേ രീതിയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. കെ ആന്റണി സാറിൻ്റെ ഒരു ഇതിലാണ്